ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഗ്രോത്തുള്ള രാജ്യങ്ങളുടെ പട്ടിക IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കണ്ണ് തുറപ്പിക്കൽ കൂടിയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മോഡസ്റ്റാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഒക്കെ നമുക്കറിയാം. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യ ഒരു വലിയ ലോക ശക്തിയായിട്ട് മാറുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഈ സാമ്പത്തിക വളർച്ചയുടെ നേട്ടം എന്ത് കിട്ടുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. അതിനെപ്പറ്റിയാണ് IMFിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. അതായത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ മൊത്തം ആഭ്യന്തര ഉൽപാദനം ഒരു രാജ്യത്തെ, അത് വെച്ച് കണക്കാക്കുമ്പോൾ ഇന്ത്യ ലോക സാമ്പത്തിക ഘടനയിൽ രാജ്യങ്ങളിൽ 5ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് അമേരിക്ക, നമുക്കറിയാം. 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് ജർമ്മനി, 4ാം സ്ഥാനത്ത് ജപ്പാൻ, 5ാം സ്ഥാനത്ത് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്നാണ് IMFിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പിന്നെ 6ാമത് UK, ഇംഗ്ലണ്ടാണ്. 7ാമത് ഫ്രാൻസ്, 8ാമത് ഇറ്റലി, 9ാമത് ബ്രസീൽ, 10ാമത് കാനഡ. ഇതാണ് 10 രാജ്യങ്ങളുടെ ലിസ്റ്റാണ് IMF പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം ഇതിൽ അമേരിക്കയുടെ GDP എന്ന് പറയുന്നത് 28.78 ലക്ഷം കോടിയാണ് ഇന്ത്യൻ രൂപയുടെ കണക്കിൽ പറഞ്ഞാൽ. 28.78 ലക്ഷം കോടി. ചൈന 18.53 കോടി. 28ഉം 18ഉം 10 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. 1ാം സാമ്പത്തിക ശക്തിയായ അമേരിക്കയും 2ാം സാമ്പത്തിക ശക്തിയായ ചൈനയും തമ്മിൽ. 3ാമത് വരുമ്പോൾ ജർമ്മനി 4.59 ഉള്ളൂ. ചൈന 18, അതിൽ നിന്ന് വെറും പിന്നിൽ 4.59. ഇന്ത്യ 5ാമത് വരുന്നത് 3.94 ലക്ഷം കോടിയിലാണ് 5ാം സ്ഥാനത്തേക്ക്. അപ്പം 5ാം സ്ഥാനത്തുള്ള ഇന്ത്യ 3.94 ലക്ഷം കോടി, 4 ലക്ഷം കോടി കൂട്ടിക്കും റൗണ്ട് ചെയ്താൽ. അമേരിക്ക 28, ചൈന 18, ജർമ്മനി 4, ഇന്ത്യ 4.5, ഇന്ത്യ 4 എന്ന് കണക്കൂട്ടുക. ഒരു വലിയ അന്തരം അതിൽ തന്നെ ഉണ്ട്. പിന്നെ മറ്റൊരു കണക്കുണ്ട്. അതായത് ഈ GDP കൂട്ടുമ്പോൾ തന്നെ GDPയുടെ പെർ ക്യാപിറ്റ കൂടെ എടുക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ സമഗ്ര വികസനം എങ്ങനെ എന്നുള്ളത് വിലയിരുത്തുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചികകൾ, പോയിന്റുകൾ അതാണ്. അതായത് സമഗ്ര വികസനം, പെർ ക്യാപിറ്റ ഇൻകം, പെർ ഹെഡ് ഒരു രാജ്യത്തെ പൗരന് എത്ര കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ഒരു രാജ്യം സാമ്പത്തിക വളർച്ച വല്ലാണ്ട് നേടും. അത് കോർപ്പറേറ്റുകളുടെ മാത്രം വളർച്ചയാവാം. കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരിൻ്റെ നയം മൂലം അങ്ങനെ സാമ്പത്തിക വളർച്ച കൂടും, GDP കൂടും, സാമ്പത്തിക ഘടന വളരും. പക്ഷേ രാജ്യത്തെ സാധാരണക്കാർക്കോ ദരിദ്രർക്കോ പാവപ്പെട്ടവർക്കോ അതിൽ നിന്ന് എന്ത് നേട്ടമുണ്ടാകുന്നു എന്നതാണ് ഒരു വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൾ. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കുകൾ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഭംഗിയായ വാക്കുകളാണ്. പക്ഷെ പ്രോഗ്രസ് എന്ന് പറയുമ്പം വേറെയാണ്. ഡെവലപ്മെൻറ്റ് വികസനം, ഗ്രോത്ത് വളർച്ച സാമ്പത്തിക ഘടനയിലെ. പക്ഷെ പ്രോഗ്രസ് പുരോഗതിയാണ്. പുരോഗതി എന്ന് പറയുമ്പം അത് ഇൻക്ലൂസീവ് ഗ്രോത്ത് അതിനകത്ത് വരണം. വെൽഫെയർ എക്കണോമിക്സിനകത്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതിൻ്റെ മലയാളത്തിൽ പറയുന്ന സമഗ്ര വികസനം എന്ന് പറഞ്ഞാൽ, കുറച്ച് ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു രാജ്യം വളരുമ്പോൾ ആ രാജ്യം വളരുന്നതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരൻ്റെയും കൈകളിലേക്ക് അതിൻ്റെ വരുമാനം എത്തണം. അവിടെയാണ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനം കൂട്ടുക. അങ്ങനെയാണ്. അതാണ് സമ്പൂർണ്ണ വളർച്ച ഒരു രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ വളർച്ച ഒരു കോർപ്പറേറ്റ് വളർച്ചയാണ്.
അദാനി, അംബാനി, ടാറ്റ, ബിർള തുടങ്ങി അവർ സ്വത്തുക്കൾ ഓരോ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ആസ്തി കൂടുന്നു, അവരുടെ ബിസിനസ് വർദ്ധിക്കുന്നു. പക്ഷെ സാധാരണക്കാരൻ്റെ പോക്കറ്റ് ഓരോ വർഷം കഴിയുന്തോറും കാലിയായി കൊണ്ടിരിക്കുന്നു. പിന്നെ പേഴ്സിൽ പൈസ വരുന്നില്ല, അവർ പട്ടിണിയിലും ദുരിതത്തിലും കഴിയുന്നു. അപ്പൊ പിന്നെ ഒരു രാജ്യം പുരോഗതി പ്രാപിച്ചോ? ഇല്ല. ഗ്രോത്ത് ഉണ്ടോ? ഉണ്ട്. ഡെവലപ്മെന്റ് ഉണ്ടോ? വികസനമുണ്ടോ? ഉണ്ട്. പക്ഷെ പുരോഗതി എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും അവന്റെ കയ്യിലേക്ക് പണമെത്തണം, വരുമാനമെത്തണം, ജീവിക്കാൻ മാർഗമുണ്ടാകണം. അതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതിൽ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളൊക്കെ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല കോർപ്പറേറ്റുകളെ വളർത്തുന്ന ഒരു നയമാണ് നരേന്ദ്രമോദി സർക്കാർ 2 തവണ ഭരിച്ച മോദി സർക്കാർ, BJP സർക്കാർ ഇപ്പോഴും പിന്തുടരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി. രാജ്യം മുഴുവൻ നടപ്പാക്കുന്ന പദ്ധതി. ആ പദ്ധതിയിൽ ഓരോ ഗ്രാമത്തിലെയും സ്ത്രീകളുടെ കയ്യിലേക്ക് പണമെത്തുന്നു, അവർക്ക് ബാങ്ക് സേവിങ്സ് ഉണ്ടാവുന്നു. സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്ത്രീകളാണല്ലോ. ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽ എത്രായിരം കോടി രൂപ ജനങ്ങളിലേക്ക് എത്തുന്നു. അതൊരു മാതൃകയായിരുന്നു. പക്ഷെ ആ മാതൃകയിൽ അതിന്റെ അലോട്ട്മെന്റ് വെട്ടിക്കുറയ്ക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. UPA 1 ഗവൺമെന്റാണ് ഇത് കൊണ്ടുവന്നത്. ഇടതുപക്ഷം കൂടി പിന്തുണച്ച കോമൺ മിനിമം പ്രോഗ്രാം വഴി UPA 1 മൻമോഹൻ സിംഗിന്റെ 1ാം ഗവൺമെന്റാണ് ഈ കോമൺ മിനിമം പ്രോഗ്രാമിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി രാജ്യം മുഴുവൻ നടപ്പാക്കിയത്. അതിന്റെ ഗുണങ്ങൾ ഗ്രാമത്തിലെ സ്ത്രീകളിലേക്ക്, പിന്നെ അത് നഗരങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അപ്പൊ അതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഇതുപോലെ പല സ്കീമുകൾ കൊണ്ടുവരണം. രാജ്യം വളരുമ്പോൾ അതിന്റെ ഗുണം സാധാരണക്കാർക്കും പാവങ്ങൾക്കും ദരിദ്രർക്കും ഒക്കെ കിട്ടണം. എങ്കിലേ രാജ്യം ശരിക്കും വളർന്നു അല്ലെ പുരോഗമിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഈ ഒരു അളവ് വെച്ച് നോക്കിയാൽ നമ്മൾ എവിടെയാണ്? ഇന്ത്യ 138ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ സ്ഥാനം ഏത്? ഇൻക്ലൂസീവ് ഗ്രോത്തിൽ ലോകത്തെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയായി വളർന്ന ഇന്ത്യ ഇൻക്ലൂസീവ് ഗ്രോത്തിൽ ആളോഹരി വരുമാനത്തിൽ 138ാം സ്ഥാനത്താണ് IMFന്റെ കണക്കുകൾ പ്രകാരം. എന്ന് പറഞ്ഞാൽ എന്ത് ദയനീയമാണ് നമ്മുടെ രാജ്യത്തെ അസമത്വം, എത്ര ക്രൂരമായ അവസ്ഥയാണെന്ന് ആലോചിക്കണം. അതായത് പണമുള്ളവൻ വീണ്ടും പണം ഉണ്ടാക്കുന്നു, പാവപ്പെട്ടവൻ വീണ്ടും ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിലെ അസമത്വം, സാമ്പത്തിക അസമത്വം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ രാജ്യത്തിന്റെ പുരോഗതി ശരിയായ ദിശയിലാണോ? ഇത് IMF ചൂണ്ടിക്കാണിക്കുന്നതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം അതാണ്. അപ്പൊ ഈ പെർ ക്യാപിറ്റ ആളോഹരി സംതൃപ്തിയിൽ ഇന്ത്യ എവിടെയാണ്? 138. ഏതൊക്കെ രാജ്യങ്ങളാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്? 2, 3, 4 വായിക്കാം. അതിൽ ഒരു ചെറു രാജ്യമായ ലക്സംബർഗ് ആണ്. രാജ്യത്തെ ഓരോ പൗരനും ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇൻഡെക്സ് കൊടുക്കുന്ന രാജ്യമാണ് ലക്സംബർഗ്. ചെറിയൊരു രാജ്യം യൂറോപ്പിലെ. 2 ആരാണ്? 2 അയർലൻഡ് യൂറോപ്പിലെ. 3 സ്വിറ്റ്സർലൻഡ് 3ാമത്. 4ാമത് നോർവേ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. 5 സിംഗപ്പൂർ, ഒരു കേരളത്തിന്റെ പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ സിറ്റി രാജ്യമായ സിംഗപ്പൂരി ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ, അതായത് രാജ്യത്തിന്റെ വരുമാനം എല്ലാ ജനങ്ങളിലും എത്തിക്കുന്നതിൽ അവർ കാണിക്കുന്ന ഒരു ഉത്സാഹം, അവർ 5ാം സ്ഥാനത്തുണ്ട്. 6ാമത് മാത്രമേ അമേരിക്ക വരുന്നുള്ളൂ, USA. ചൈന ഇവിടെങ്ങും ഇല്ല, ഇന്ത്യയെ പോലെ വളരെ പിന്നിലാണ്. പിന്നെ ഐസ്ലാൻഡ് 7ാമത്. 8ാമത് ഖത്തർ, അറേബ്യയിലെ ഖത്തർ 8ാം സ്ഥാനത്ത്. 9ാമത് മക്കാവു എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഐലൻഡ് രാജ്യം മക്കാവു. 10ാം സ്ഥാനത്ത് ഡെൻമാർക്ക്. ആലോചിക്കണം, അവിടെങ്ങും ഇന്ത്യയില്ല. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. ഈ 138ാം ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒരു രാജ്യത്ത് അസമത്വം അവസാനിപ്പിച്ച് സാമ്പത്തിക വികസനം എല്ലാവരിലും എത്തിക്കുക, അതിന്റെ ഗുണം കിട്ടുന്ന ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിൽ ഇന്ത്യ മുന്നേറാൻ ഇനി എപ്പോൾ സാധിക്കും? 138 ഒരു 100-നകത്തെങ്കിലും അടുത്ത 10 കൊല്ലത്തിനകത്ത് ഇന്ത്യക്ക് എത്താൻ പറ്റുമോ? റാങ്കിങ്ങിൽ
മുന്നോട്ട് 100-ലെങ്കിലും എത്താൻ പറ്റും. ഇതാണ് മോദി സർക്കാർ, ഇതാണ് BJP ഭരണം. അദാനി അംബാനി, അംബാനി അദാനി, അദാനി അംബാനി, അംബാനി അദാനി, കോർപ്പറേറ്റ്. രാജ്യം വികസിക്കുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇന്ത്യ അടുത്ത 5 കൊല്ലം കൊണ്ട് 5 ബില്യൺ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഈ 4-ന്ന് 5 ബില്യണിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. 5 ബില്യണിലേക്ക് മുമ്പ് ആ 1 ബില്യന്റെ നേട്ടവും കിട്ടുന്നത് അദാനി അംബാനി, അംബാനി അദാനി, അദാനി അംബാനി. സാധാരണക്കാരന് എന്ത് കിട്ടും? പാവപ്പെട്ടവന്റെ പുരോഗതി, ജീവിതത്തിൽ അവന്റെ വയറ് നിറയ്ക്കാൻ, അവന്റെ അന്നം കണ്ടെത്താൻ, അവരുടെ മക്കൾക്ക് ജോലി നേടാൻ, തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് വളരെ രൂക്ഷമാണ്. ഇതൊക്കെ പരിഹരിക്കേണ്ടത് ആരാണ്? സർക്കാരല്ലേ? നയരൂപീകരണത്തിലൂടെ ഈ സമ്പന്നരുടെ കയ്യിലേക്ക് വീണ്ടും സമ്പത്ത് എത്തുക, സാധാരണക്കാരന് ഒന്നും കിട്ടാണ്ടാവുക എന്ന് പറയുന്നത് പുരോഗതിയാണോ? രാജ്യം വളർന്നു, ഇങ്ങനെ അങ്ങ് വളർന്നു എന്ന് പറഞ്ഞാൽ മാത്രം രാജ്യം വളരുമോ? രാജ്യത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് അതിന്റെ പ്രയോജനം കിട്ടട്ടെ. നൊബേൽ പ്രൈസ് കിട്ടിയ അമർത്യ സെൻ, ഇന്ത്യൻ പൗരനായ അമർത്യ സെൻ പറയുന്നത് ഈ വെൽഫെയർ എക്കണോമിക്സ് ആണ്. അതിൽ ഗവേഷണം നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്, സമ്മാനം കിട്ടിയത്. അദ്ദേഹം ഇപ്പോഴും നിരന്തരം ഈ നരേന്ദ്രമോദി സർക്കാരിനെ അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അമർത്യ സെൻ ബംഗാളിൽ ജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടില്. എന്തേ നമ്മളിതൊന്നും തുറന്ന് കാണാത്തത്? എന്തേ ഭരിക്കുന്നവരതൊന്നും ശ്രദ്ധിക്കാത്തത്? ശ്രദ്ധിക്കത്തില്ല. കാരണം അംബാനി വേണം, അദാനി വേണം, അദാനി വേണം, അംബാനി വേണം. നമുക്ക് കാര്യം അത്രയേ ഉള്ളൂ. രാജ്യം പുരോഗമിച്ചു, വളർന്നു. പുരോഗമിച്ചില്ല, വളർന്നു. ആ സാമ്പത്തിക ശക്തിയായി മാറി. നാട് നിങ്ങളാണെന്ന് പ്രസംഗിക്കുക. പക്ഷെ എത്രയോ ജനങ്ങൾ പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്, പ്രയാസത്തിലാണ്. അത് നമ്മൾ കാണുന്നുണ്ടോ? ഭരണാധികാരികൾ കാണുന്നുണ്ടോ? വെൽഫെയർ കിറ്റ് കൊടുത്താൽ കളിയാക്കും. കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങി. കിറ്റ് കൊടുക്കുന്ന ഇറ്റ് വെൽഫെയർ എക്കണോമിക്സിന്റെ ഭാഗമാണത്. തൊഴിലുറപ്പ് പദ്ധതി വെൽഫെയർ എക്കണോമിക്സിന്റെ ഭാഗമാണ്. അത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണത്. അത് കാണാതെ എന്ത് സാമ്പത്തിക വികസനമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടപ്പാക്കുന്നത്? ഇതാണ് യാഥാർത്ഥ്യം.